ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. അധ്യാത്മരാമായണം കിളിപ്പാട്ട്. അയോധ്യാകാന്ഡം. രാമസീതാ തത്വം. രാമനെ ചിന്തിച്ചു ദുഃഖിയായി കാരുമേ, കോമളഗാത്രിയാം ജാനകി മൂലവും തത്വമായുള്ളതു ചൊല്ലുന്നതുണ്ടു ഞാൻ. ചിത്തം തെളിഞ്ഞു കേട്ടിടുവിനേവരും. രാമനാകുന്നതു സാക്ഷാൽ മഹാവിഷ്ണു, താമരസാക്ഷനാം ആദിനാരായണൻ. ലക്ഷ്മണനായതനന്ദൻ ജനകജാലക്ഷ്മീ ഭഗവതി ലോകമായാപരാം. മായാഗുണങ്ങളെത്താൻ അവലംബിച്ചു കായഭേദം ധരിക്കുന്നിതാത്മാപരൻ. രാജസമായ ഗുണത്തോട് കൂടവേ രാജീവസംഭവനായി പ്രപഞ്ചദ്വയം വ്യക്തമായി സൃഷ്ടിച്ചു സത്വപ്രധാനനായി ഭക്തപരായണൻ. വിഷ്ണുരൂപം പൂണ്ട് നിത്യവും രക്ഷിച്ചുകൊള്ളുന്നതീശ്വരൻ. ആദ്യൻ അജൻ പരമാത്മാവ് സാദരം. രുദ്രവേഷത്താൽ തമോ ഗുണയുക്തനായി അദ്രിജാവല്ലഭൻ സംഹരിക്കുന്നതും. വൈവസ്വതമനു ഭക്തിപ്രസന്നനായി ദേവൻ മകരാവതാരമനുഷ്ഠിച്ചു. വേദങ്ങളെല്ലാം ഹയഗ്രീവനെ കൊന്നു വേധാവിനാക്കിക്കൊടുത്തതീ രാഘവൻ. പാദോനിധിമഥനെ പണ്ടു മന്ദരം പാതാളലോകം പ്രവേശിച്ചതു നേരം. നിഷ്ഠൂരമായൊരു കൂർമാകൃതി പൂണ്ട് പൃഷ്ഠേ ഗിരീന്ദ്രം ധരിച്ചതീ രാഘവൻ. ദുഷ്ടനായൊരു ഹിരണ്യാക്ഷനെ കൊന്നു ഹൃഷ്ടിയായി തേറ്റമേൽ ക്ഷോണിയെ പൊങ്ങിച്ചു. കാരണവാരിധി തന്നിൽ കളിച്ചതും കാരണപുരുഷൻ ആകുമീ രാഘവൻ. നിർഹ്ലാദമോട് നരസിംഹരൂപമായി പ്രഹ്ലാദനെ പരിപാലിച്ചുകൊള്ളുവാൻ. ക്രൂരങ്ങളായ നഖരങ്ങളെ കൊണ്ട് ഘോരനായൊരു ഹിരണ്യകശിപുതൻ വക്ഷപ്രദേശം പ്രപാടനം ചെയ്തതും രക്ഷാചതുരനാം ലക്ഷ്മീപരനിവൻ. പുത്രലാഭാർത്ഥമതിഥിയും ഭക്തി പൂണ്ടർത്ഥിച്ചു സാദരമർച്ചിക്ക കാരണം. എത്രയും കാരുണ്യമോടവൾ തന്നെ പുത്രനായി ഇന്ദ്രാനുജനായി പിറന്നതി. ഭക്തനായൊരു മഹാബലിയോടു ചെന്നർത്ഥിച്ചു മൂന്നടിയാക്കി ജഗത്രയം. സത്വരം വാങ്ങി മരുത്വാനു നൽകിയ ഭക്തപ്രിയനാം ത്രിവിക്രമനും ഇവൻ. ധാത്രീസുരദ്വേഷികളായി ജനിച്ചൊരു ധാത്രീപതി കുലനാശം വരുത്തുവാൻ. ധാത്രിയിൽ ഭാർഗവനായി പിറന്നതും ധാത്രീവരനായ രാഘവനാമിവൻ. ധാത്രിയിൽ ഇപ്പോൾ ദശരഥപുത്രനായി ധാത്രീസുതാവരനായി പിറന്നിടിനാൻ. രാത്രിഞ്ചരകുലമൊക്കെ നശിപ്പിച്ചു ധാത്രിഭാരം തീർത്തു ധർമ്മത്തെ രക്ഷിപ്പാൻ. ആദ്യജൻ പരമാത്മാ പരാപരൻ, വേദ്യനല്ലാത വേദാന്ത വേദ്യൻ പരൻ. നാരായണൻ പുരുഷോത്തമൻ അവ്യയൻ, കാരണമാനുഷൻ രാമൻ മനോഹരൻ. രാവണ നിഗ്രഹാർത്ഥം വിപിനത്തിനു ദേവഹിതാർത്ഥം ഗമിക്കുന്നതിന്നിവൻ. കാരണം മന്ധരയല്ല കൈകേയി, എല്ലാരും ഭ്രമിക്കായിക രാജാവുമല്ലല്ലോ. വിഷ്ണു ഭഗവാൻ ജഗന്മയൻ മാധവൻ. വിഷ്ണു മഹാമായാദേവി ജനകജ സൃഷ്ടിസ്ഥിതിലയകാരിണി തന്നോടും പുഷ്ടപ്രദേശം പുറപ്പെട്ടതിന്നിപ്പോൾ. ഇന്നലെ നാരദൻ വന്നു ചൊന്നാനവൻ തന്നോടു രാഘവൻ താനും അരുൾ ചെയ്തു. നക്തഞ്ചരാന്വയ നിഗ്രഹത്തിനു ഞാൻ
വ്യക്തം വനത്തിനു നാളെ പുറപ്പെടും എന്നതുമൂലം ഗമിക്കുന്നു രാഘവൻ. ഇന്നു വിഷാദം കളവിനെല്ലാവരും. രാമനെ ചിന്തിച്ചു ദുഃഖികായി കരുമേ, രാമന രാമരാമേതി ജപിപ്പിനെല്ലാവരും. നിത്യവും രാമരാമേതി ജപിക്കുന്ന മർത്യനോ മൃത്യുഭയാദികളൊന്നുമേ സിദ്ധിക്കയില്ലേതയല്ല കൈവല്യവും സിദ്ധിക്കുമേവനുമെന്നതു നിർണയം. ദുഃഖസൗഖ്യാദി വികൽപ്പങ്ങളില്ലാതെ നിഷ്കളൻ നിർഗുണനാത്മാരഘുത്തമൻ, ന്യൂനാതിരേകവിഹീനൻ നിരഞ്ജനൻ, ആനന്ദപൂർണൻ അനന്തൻ അനാകുലൻ. ഇങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തിൻ എങ്ങനെ ദുഃഖാദി സംഭവിച്ചിടുന്നു. ഭക്തജനാനാം ഭജനാർത്ഥമായി വന്നു ഭക്തപ്രിയൻ പിറന്നേടിനാൻ ഭൂതലേ. പങ്ക്തിരഥാഭിഷ്ടസിദ്ധ്യർത്ഥമായി വന്ന് പങ്ക്തികണ്ഠൻ തന്നെ കൊന്നു ജഗത്രയം പാലിപ്പതിനായി അവതരിച്ചിടിനാൻ ബാലിശന്മാരെ മനുഷ്യനായീശ്വരൻ. രാമവിഷയമീ വണ്ണം അരുൾ ചെയ്തു വാമദേവൻ വിരമിച്ചോരനന്തരം. വാമദേവവചനാമൃതം സേവിച്ചു രാമനെ നാരായണനെന്നറിഞ്ഞുടൻ. പൗരജനം പരമാനന്ദമായൊരു വാരാനിധിയിൽ മുഴുകിനാനേവരും. രാമസീതാരഹസ്യം മുഹുരീദൃശം ആമോദപൂർവകം ധ്യാനിപ്പവർകളൽ. രാമദേവങ്കൽ ഉറച്ചൊരു ഭക്തിയും ആമയനാശവും സിദ്ധിക്കുമേവനും. ഗോപനീയം രഹസ്യം പരമീദൃശം പാപവിനാശനം ചൊന്നതിൻ കാരണം. രാമപ്രിയന്മാർ ഭവാന്മാരെ എന്നോർത്തു ഞാൻ രാമതത്വം പരമോപദേശം ചെയ്ത് താപവും തീർന്നിതു പൗരജനങ്ങൾക്കും. താപസ ശ്രേഷ്ഠനും മോദാലെഴുന്നള്ളി. വനയാത്ര. രാഘവൻ താതഗേഹം പ്രവേശിച്ചുടൻ വ്യാകുലഹീനം വണങ്ങിയരുൾ ചെയ്തു. കൈകേയിയാകിയ മാതാവ് തന്നോടും ശോകം കളഞ്ഞാലും അമ്മേ മനസ്സിതേ. സൗമിത്രിയും ജനകാത്മജയും ഞാനും സൗഖ്യമാർന്ന് പോവാനായി പുറപ്പെട്ട് ഖേദമകലെ കളഞ്ഞിനി ഞങ്ങളെ താതനാജ്ഞാപിക്ക വേണ്ടതു വൈകാതെ. ഇഷ്ടവാക്യം കേട്ടു കൈകേയി സാദരം പെട്ടെന്നെഴുന്നേറ്റിരുന്നു സസംഭ്രമം. ശ്രീരാമനും മൈഥിലിക്കും അനുജനും ചീരങ്ങൾ വെവ്വേറെ നൽകിനാളമ്മയും. ധന്യവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു രാഘവൻ വന്യചീരങ്ങൾ പരിഗ്രഹിച്ചിടിനാൻ. പുഷ്കരലോചനാനുജ്ഞയാ വൽക്കലം ലക്ഷ്മണൻ താനും ഉടുത്താനതു നേരം. ലക്ഷ്മി ഭഗവതിയാകിയ ജാനകി വൽക്കലം കയ്യിൽ പിടിച്ചുകൊണ്ടാകുലാൽ പക്ഷമെന്തുള്ളിലെന്നുള്ളതറിവാനായി തൽക്ഷണേ ലജ്ജയായി ഭർതൃമുഖാംബുജം ഗൂഢമായി നോക്കി നാളങ്ങനെ ഞാനിത് ഗാഠം മുടുക്കുന്നതിനുള്ള ചിന്തയാ. മംഗലദേവതാവല്ലഭൻ രാഘവൻ ഇംഗിതജ്ഞൻ തഥാ വാങ്ങിപ്പരുഷമാം വൽക്കലം ദിവ്യാംബരോ പരിവേഷ്ടിച്ചു സൽക്കാരമാനം കലർന്നു നിന്നിടിനാൻ. എന്നത് കണ്ടൊരു രാജധാരങ്ങളും അന്യരായുള്ള ജനങ്ങളുമൊക്കവേ വന്ന ദുഃഖത്താൽ കരയുന്നതു കേട്ട് നിന്നരുളിയിടും വസിഷ്ഠ മഹാമുനി കോപേന ഭർസിച്ചു കൈകേയി തന്നോട് താപേന ചൊല്ലിനാൻ എന്തിരു തോന്നുവാൻ. ദുഷ്ടേ നിശാചരി ദുർവൃത്തമാനസേ കഷ്ടമോർത്തോളം കഠോരശിലേഖലേ. രാമൻ വനത്തിനു പോകേണമെന്നല്ലോ താമസശീലേ വരത്തെ വരിച്ചു നീ. ജാനകി ദേവിക്ക് വൽക്കലം നൽകുവാൻ മനസ്സേ തോന്നിയതെന്തൊരു കാരണം. ഭക്ത്യാ പതിവ്രതയാകിയ ജാനകി ഭർത്താവിനോടുകൂടെ പ്രയാണം ചെയ്യിൽ സർവാഭരണ വിഭൂഷിത ഗാത്രിയായി ദിവ്യാംബരം പൂണ്ടനുഗമിച്ചിടുക. കാനന ദുഃഖ നിവാരണാർത്ഥം പതിമാനസവും രമിപ്പിച്ചു സദാകാലം ഭർതൃശുശ്രൂഷയും ചെയ്തു പിരിയാതെ ചിത്തശുദ്ധ്യാചരിച്ചിടുകന്നേവരും. യുദ്ധം വസിഷ്ഠോക്തി കേട്ടു ദശരഥൻ നത്വാ സുമന്ത്രരോടേവം അരുൾ ചെയ്തു. രാജയോഗ്യം രഥമാശു വരുത്തുക
രാജീവനേത്രപ്രയാണേയകസത്വരം യുദ്ധമുക്താ രാമവക്ത്രാംബുജം പാർത്ത് പുത്ര ഹാ രാമ സൗമിത്രേ ജനകജേ രാമ രാമ ത്രിലോകാഭിരാമാംഗാഃ ഹാ മമ പ്രാണസമാനാ മനോഹര. ദുഃഖിച്ചു ഭൂമിയിൽ വീണു ദശരഥൻ ഉൾക്കാമ്പഴിഞ്ഞു കരയുന്നതു നേരം. തേരും ഒരുമിച്ചു നിർത്തി സുമന്ത്രരും ശ്രീരാമദേവനും അപ്പോൾ അരുൾ ചെയ്തു, തേരിൽ കരേറുക സീതേ വിരവിൽ നീ നേരം ഇനി കളഞ്ഞിടരുതേതുമേ. സുന്ദരി വന്ദിച്ചു തേരിൽ കരേറിനാൻ ഇന്ദിരാവല്ലഭനാകിയ രാമനും. മനസ്സേ ഖേദം കളഞ്ഞു ജനകനെ വീണു വണങ്ങി പ്രദക്ഷിണവും ചെയ്തു താണു തൊഴുതുടൻ തേരിൽ കരേറിനാൻ. ബാണജാപാസി തുണീരാദികളെല്ലാം കൈക്കൊണ്ടു വന്ദിച്ചു താനും കരേറിനാൻ. ലക്ഷ്മണനപ്പോൾ സുമന്ത്രരും ആകുലാൽ ദുഃഖേന തേർന്നടത്തിയിടിനാൻ. ഭൂപനും നിൽക്കെന്നു ചെന്നാൻ. രഘുനാഥനും ഗച്ഛേതി വേഗാലരുൾ ചെയ്തിതു. നിശ്ചലമായതു ലോകവുമന്നേരം. രാജീവലോചനൻ ദൂരെ മറഞ്ഞപ്പോൾ രാജാവ് മോഹിച്ചു വീണിതു ഭൂതലേ. സ്ത്രീ ബാലവൃദ്ധാവധി പുരവാസികൾ താപം മുഴുത്തു വിലപിച്ചു പിന്നാലെ. തിഷ്ഠ പ്രഭോ രാമാദയാനിധേ ദൃഷ്ടിക്കമൃതമായൊരു തിരുമേനി. കാണാകിലെങ്ങനെ ഞങ്ങൾ പൊറുക്കുന്നു, പ്രാണനോ പോയിതല്ലോ വിധി ദൈവമേ. ഇത്തരം ചൊല്ലി പ്രലപിച്ചു സർവരും സത്വരം തേരിൻ പിറകെ നടകൊണ്ടാർ. മന്നവൻ താനും ചിരം പ്രലപിച്ചഥ ചൊന്നാൻ പരിചാരകന്മാരോടാകുലാൽ. എന്നെ എടുത്തിനി കൊണ്ടുപോയി ശ്രീരാമൻ തന്നെ മാതൃഗേഹത്തിങ്കലാക്കുവിൻ. രാമനെ വേറിട്ടു ജീവിച്ചു ഞാനിനി ഭൂമിയിൽ വാഴുന്നതിനില്ലെന്ന് നിർണയം എന്നത് കേട്ടൊരു ഭൃത്യജനങ്ങളും മന്നവൻ തന്നെ എടുത്തു കൗസല്യതൻ മന്ദിരത്തിങ്കലാക്കിയിടിനാനന്നേരം. വന്നൊരു ദുഃഖേന മോഹിച്ചു വീണിതു പിന്നെയുണർന്നു കരഞ്ഞു തുടങ്ങിനാർ. ഹിന്നയായി മേവുന്ന കൗസല്യ തന്നോടും ശ്രീരാമനും തമസാ നദി തന്നെ തീരം ഗമിച്ചു വസിച്ചു നിശാമുഖേ. പാനീയമാത്രം ഉപജീവനം ചെയ്ത് ജാനകിയോടും നിരാഹാരനായൊരു വൃക്ഷമൂലെ ശയനം ചെയ്തുറങ്ങിനാൻ. ലക്ഷ്മണൻ വില്ലും അമ്പും ധരിച്ചന്തികെ രക്ഷിച്ചു നിന്നു സുമന്ത്രരുമായോരോ ദുഃഖവൃത്താന്തങ്ങളും പറഞ്ഞാകുലാൽ. പൗരജനങ്ങളും ചെന്നരികെ ബുക്കു ശ്രീരാമനെ അങ്ങ് കൊണ്ടുപോയി കൂടായിൽ കാനനവാസം നമുക്കുമെന്നേവരും മാനസത്തിങ്കലുറച്ചു മരുവിനാർ. പൗരജനത്തിൻ പരിദേവനം കണ്ട് ശ്രീരാമദേവനുമുള്ളിൽ നിരൂപിച്ചു. സൂര്യനുദിച്ചാൽ അയക്കയുമില്ലിവർ കാര്യത്തിനും വരും വിഘ്നമെന്നാലിവർ. ഖേദം കലർന്നു തളർന്നുറങ്ങുന്നിതു ബോധമില്ലിപ്പോൾ ഇനിയുണരും മുമ്പേ. പോക നാം ഇപ്പോഴേ കൂട്ടുക തേരെന്ന് രാഘവൻ വാക്കുകൾ കേട്ടു സുമന്ത്രരും വേഗേന തേരുമൊരുമിച്ചിതന്നേരം. രാഘവന്മാരും ജനകാതനുജയും തേരിലേറിയിടിനാരേതും അറിഞ്ഞീല. പൗരജനങ്ങൾ അന്നേരം സുമന്ത്രരും ചെറ്റയോധ്യാഭിമുഖം ഗമിച്ചിടഥ. തെറ്റെന്ന തെക്കോട്ട് തന്നെ നടകൊണ്ട് ചുറ്റും കിടന്ന പുരവാസികളെല്ലാം പിറ്റേനാൾ തങ്ങൾ ഉണർന്നു നോക്കുന്നേരം കണ്ടീല രാമനയെന്നു കരഞ്ഞതി കുണ്ഠിതന്മാരായി പുരിവിക്കുമേവിനാർ. സീതാസമേതനാം രാമനെ സന്തതം ചേതസി ചിന്തിച്ചനുദിനം പുത്രമിത്രാദികളോടും ഇടചേർന്നു ചിത്തശുദ്ധ്യാ വസിച്ചിടിനാനേവരും. മംഗലദേവതാവല്ലഭൻ രാഘവൻ ഗംഗാതടംബുക്ക് ജാനകി തന്നോടും മംഗലസ്നാനവും ചെയ്തു സഹാനുജം ശൃംഗിവേരാവിദൂരേ മരുവീടിനാൻ. ദാശരഥിയും വിദേഹതനുജയും ശിംശാപമൂലേ സുഖേന വാണിടിനാർ. എല്ലാവർക്കും ആത്മപ്രണാമം. ഓം നമഃ ശിവായ. ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. നമ്മളുടെ രാമായണം ക്ലാസ് തുടരുകയാണ്. ഇടയ്ക്ക് വെച്ച് പല കാരണങ്ങളാൽ 1-2 ക്ലാസ് മുടങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പൂർവാധികം ശക്തിയോടെ രാമായണം ക്ലാസ് ആരംഭിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നാം കണ്ടത് അയോധ്യാകാന്ഡത്തിൽ
ശ്രീരാമൻ വനത്തിലേക്ക് പോവുകയാണ്. ശ്രീരാമൻ്റെ വനയാത്രയിൽ പുരവാസികളെല്ലാം അതീവ ദുഃഖിതരാണ്. അവർ പലതരത്തിലുള്ള സംഭാഷണങ്ങളിലാണുള്ളത്. എന്തുകൊണ്ടാണ് ഭഗവാനെ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? കല്ലും മുള്ളും നിറഞ്ഞ വഴിയിലൂടെ ലക്ഷ്മണകുമാരനും രാമദേവനും സീതാദേവിയും എങ്ങനെയാണ് നടന്നു പോവുക എന്നൊക്കെ പറയുന്നുണ്ട് അവർ. അതുപോലെ തന്നെ ദശരഥനെ കുറ്റപ്പെടുത്തുന്നുണ്ട്, കൈകേയിയെ ദുഷിക്കുന്നുണ്ട്. ശ്രീരാമൻ്റെ കൂടെ നമുക്ക് തീർച്ചയായിട്ടും വനത്തിലേക്ക് പോകാമെന്നുകൂടി ജനങ്ങൾ പറയുന്നുണ്ട്. ശ്രീരാമനെ എങ്ങനെയാണ് നാം പിരിഞ്ഞ് ഇവിടെ കഴിയുക എന്നൊക്കെ പൗരജനങ്ങൾ സങ്കടത്തോടു കൂടി പറയുകയാണ്. അവരുടെ വാക്കുകൾ കേട്ടിട്ട് വാമദേവൻ എന്ന മഹർഷി അവരോട് ശ്രീരാമൻ്റെ തത്വത്തെക്കുറിച്ച് പറയുകയാണ്. ശ്രീരാമദേവൻ ആരാണ് എന്നുള്ള കാര്യം അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഭാഗമാണ് ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് പഠിക്കുവാനുള്ളത്. നോക്കൂ, രാമനെ ചിന്തിച്ച് ദുഃഖിയായി കാരുമേ, കോമളഗാത്രിയാം ജാനകി മൂലവും തത്വമായുള്ളത് ചൊല്ലുന്നതുണ്ട് ഞാൻ, ചിത്തം തെളിഞ്ഞു കേട്ടിയിടുവിനേവരും. വാമദേവൻ മഹർഷി പറയുകയാണ്, രാമനെക്കുറിച്ചും കോമളഗാത്രിയായ സീതയെക്കുറിച്ചും ഒന്നും നിങ്ങളാരും ദുഃഖിക്കേണ്ട കാര്യമില്ല. അവരുടെ തത്വം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. രാമനാകുന്നത് സാക്ഷാൽ മഹാവിഷ്ണു, താമര സാക്ഷനാം ആദിനാരായണൻ. രാമൻ സാക്ഷാൽ ആദിനാരായണനായ മഹാവിഷ്ണുവാണ്. അതുപോലെ തന്നെ ലക്ഷ്മണനായത് അനന്തൻ, ജനകജ ലക്ഷ്മീ ഭഗവതി ലോകമായാപരാ. ലക്ഷ്മണനാണെങ്കിൽ അനന്തനാണ്, അനന്തൻ്റെ ജനനമാണ്. സീതാദേവി ആകട്ടെ ലക്ഷ്മീദേവിയായ സാക്ഷാൽ മായാ ഭഗവതിയാണ്. തൻ്റെ മായാഗുണങ്ങളെ താൻ അവലംബിച്ച് കായഭേദം ധരിക്കുന്നിതാത്മാപരൻ. അപ്പോൾ സീത ലക്ഷ്മീദേവിയാണ്, ലക്ഷ്മീദേവിയായ ആ ഭഗവതി മായാഭഗവതിയാണ്. തൻ്റെ മായാഗുണങ്ങളാൽ, അതായത് സത്വം, രജസ്, തമസ് എന്നീ ഗുണങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ആ പരമാത്മാവ് വ്യത്യസ്തമായ ശരീരങ്ങൾ സ്വീകരിച്ചിരിക്കുകയാണ് എന്നവരോട് വാമദേവൻ പറയുന്നു. തീർന്നിട്ടില്ല. രാജീവസംഭവനായി പ്രപഞ്ചദ്വയം വ്യക്തമായി സൃഷ്ടിച്ച് സത്വപ്രധാനനായി ഭക്തപരായണൻ വിഷ്ണുരൂപം കൊണ്ട് നിത്യവും രക്ഷിച്ചുകൊള്ളുന്നത് ഈശ്വരൻ. അപ്പോൾ സത്വരജസ് തമസ് എന്നീ ഗുണങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ആ പരമാത്മാവ് ഓരോരോ ശരീരങ്ങൾ സ്വീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ രജോ ഗുണം ആശ്രയിച്ച് ആ ഒരു ബ്രഹ്മാവിൻ്റെ രൂപം സ്വീകരിച്ചുകൊണ്ട് പരമാത്മാവ് ബ്രഹ്മാവിൻ്റെ രൂപം ധരിച്ച് സ്ഥാവരവും ജംഗമവുമായ ഈ ലോകങ്ങളെയൊക്കെ സൃഷ്ടിക്കുകയാണ് എന്ന് പറയുകയാണ്. ആദ്യൻ അജൻ പരമാത്മാവ് സാദരം. ആ പരമാത്മാവാണ് ഇപ്രകാരം, ആ പരമാത്മാവായ ഈശ്വരനാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ ഈശ്വരൻ എങ്ങനെയുള്ള ഈശ്വരനാണ്? ആദ്യനാണ്, അജനാണ്. ആ ഈശ്വരൻ ആദ്യനും അജനും ഒക്കെയാണ്, പരമാത്മാവാണ്, ജന്മങ്ങളില്ലാത്ത ഭഗവാനാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ വിഷ്ണുരൂപമെടുത്ത ആ ഭഗവാൻ ലോകത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജന്മം കൈക്കൊണ്ടിരിക്കുന്നത്. രാമൻ്റെ തത്വം പറഞ്ഞു കൊടുക്കുകയാണ്. തുടർന്ന് പറയുന്നു, രുദ്രവേഷത്താൽ തമോഗുണയുക്തനായി അദ്വിജാവല്ലഭൻ സംഹരിക്കുന്നതും വൈവസ്വതാമനു ഭക്തി പ്രസന്നനായി ദേവൻ മകരാവതാരമനുഷ്ഠിച്ച് വേദങ്ങളെല്ലാം ഹയഗ്രീവനെ കൊന്നു വേധാവിനാക്കിക്കൊടുത്തതീ രാഘവൻ. ഭഗവാന്റെ 10 അവതാരങ്ങളെക്കുറിച്ച് ഇവിടെ പറയുകയാണ്. ആ ഭഗവാൻ തമോ ഗുണം അവലംബിച്ചുകൊണ്ട്
രുദ്രരൂപത്തിൽ പാർവതീ വല്ലഭനായിട്ട് ലോകത്തിൻ്റെ സംഹാരം നടത്തിക്കൊണ്ടിരിക്കുന്നു. കൂടാതെ വൈവസ്വതമനുവിൻ്റെ ഭക്തി കൊണ്ട് പ്രസാദിച്ച് മത്സ്യാവതാരമായിട്ട് അവതരിച്ച് വേദങ്ങളെ തട്ടിക്കൊണ്ടുപോയ ഹയഗ്രീവനെ കൊന്ന് വേദങ്ങൾ വീണ്ടെടുത്ത് ബ്രഹ്മാവിന് നൽകിയത് ശ്രീരാമനാണ്. ഭഗവാന്റെ മത്സ്യാവതാരത്തെക്കുറിച്ചാണ് പറയുന്നത്. അതുപോലെ തന്നെ പാദോനിധിമഥനെ പണ്ട് മന്ധരം പാതാളലോകം പ്രവേശിച്ചതു നേരം നിഷ്ഠൂരമായൊരു കൂർമാകൃതി പൂണ്ട് പൃഷ്ഠയെ ഗിരീന്ദ്രം ധരിച്ചതീ രാഘവൻ. പണ്ട് പാലാഴി മഥന വേളയിൽ പാതാളത്തിലേക്ക് മന്ധരപർവ്വതം താഴ്ന്നു പോയതിനെക്കുറിച്ച് പറയുകയാണ്. ആ മന്ധരപർവ്വതത്തെ കൂർമാവതാരമെടുത്ത് തൻ്റെ മുതുകിലേറ്റി ഉയർത്തിയത് ഈ രാഘവനാണ് എന്നുള്ള കാര്യം പറയുന്നു. അതുപോലെ തന്നെ ദുഷ്ടനായൊരു ഹിരണ്യാക്ഷനെ കൊന്ന് ഘൃഷ്ടിയായി തേറ്റമേൽ ക്ഷോണിയെ പൊങ്ങിച്ച് കാരണവാരിധി തന്നിൽ കളിച്ചതും കാരണപുരുഷനാകും ഈ രാഘവൻ. അതുപോലെ തന്നെ പറയുന്നു, പന്നിയായി അവതരിച്ച് ദുഷ്ടനായ ഹിരണ്യാക്ഷനെ കൊന്ന് ഭൂമിയെ തേറ്റയിൽ വഹിച്ചുകൊണ്ട് വന്ന് കാരണജലത്തിൽ, അതായത് കാരണജലം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ജീവന്റെ ഉൽപ്പത്തിക്ക് കാരണമായ സമുദ്രത്തിൽ, അതാണ് കാരണജലം എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ കാരണജലത്തിൽ കളിച്ചതും കാരണപുരുഷനായ ഈ ഭഗവാനാണ്, ഈ ശ്രീരാമനാണ് എന്ന് പറയുകയാണ്. തുടർന്ന് പറയുന്നു, നിർഹ്ലാദമോട് നരസിംഹരൂപമായി പ്രഹ്ലാദനെ പരിപാലിച്ചു കൊള്ളുവാൻ ക്രൂരങ്ങളായ നഗരങ്ങളെ കൊണ്ട് ഘോരനായൊരു ഹിരണ്യകശിപുതൻ വക്ഷപ്രദേശം പ്രപാടനം ചെയ്തതും രക്ഷാചതുരനാം ലക്ഷ്മീപരനിവൻ. നരസിംഹരൂപത്തെക്കുറിച്ചാണ് പറയുന്നത്. പ്രഹ്ലാദനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നരസിംഹരൂപമെടുത്ത് ഘോരമായിട്ട് ഗർജിച്ചുകൊണ്ട് ഭയങ്കരനായ ആ ഹിരണ്യകശിപിൻ്റെ മാറിടം കീറിപ്പിളർന്ന് അവനെ കൊന്ന് സജ്ജനങ്ങളെ സംരക്ഷിച്ചതും ഈ ലക്ഷ്മീകാന്തനായ ഭഗവാനാണ് എന്ന് പറയുന്നു. തുടർന്ന് പറയുന്നു, പുത്രലാഭാർത്ഥം അതിഥിയും ഭക്തി പൂണ്ടർത്ഥിച്ചു സാദരമർച്ചിക്ക കാരണം എത്രയും കാരുണ്യമോടവൾ തന്നെ പുത്രനായി ഇന്ദ്രാനുജനായി പിറന്നതിഭക്തനായ ഒരു മഹാബലിയോട് ചെന്നർത്ഥിച്ചു മൂന്നടിയാക്കി ജഗത്രയം സത്വരം വാങ്ങി മരുത്തുനു നൽകിയ ഭക്തപ്രിയനാം ത്രിവിക്രമനും ഇവൻ. തുടർന്ന് വാമനാവതാരത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അതായത് മഹാവിഷ്ണു തന്നെ തൻ്റെ പുത്രനായി പിറക്കണമെന്ന് ഭഗവാനെ തപസ് ചെയ്യുകയുണ്ടായി ദേവമാതാവായ അതിഥി. അങ്ങനെയാണ് അതിഥിയുടെ പുത്രനായിട്ട് ഇന്ദ്രൻ്റെ അനുജനായിട്ട് ഭഗവാൻ ജനിക്കുന്നത്. വാമനാവതാര കാലത്ത് മഹാബലിയോട് 3 അടി മണ്ണ് യാചിച്ചു വാങ്ങിയ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ മഹാബലിയോട് ഭൂമിയും സ്വർഗവും പാതാളവും 3 അടിയായിട്ട് അളന്നു വാങ്ങി ഭക്തവത്സലനായ ഭഗവാന് ഇന്ദ്രന് കൊടുക്കുകയുണ്ടായി. അങ്ങനെയുള്ള ആ ത്രിവിക്രമനായ ഭഗവാനാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ശ്രീരാമചന്ദ്ര പ്രഭു എന്ന് പറയുന്നു. തീർന്നില്ല. തുടർന്ന് പറയുന്നു, ധാത്രീസുരദ്വേഷികളായി ജനിച്ചോരു ധാത്രീപതി കുലനാശം വരുത്തുവാൻ ധാത്രിയിൽ ഭാർഗവനായി പിറന്നതും ധാത്രീവരനായ രാഘവനാമിവൻ. ധാത്രീസുര ദ്വേഷികളായിട്ട് ബ്രാഹ്മണ വിദ്വേഷികൾ എന്ന് പറയുമ്പോൾ ബ്രാഹ്മണര്, ബ്രഹ്മത്വത്തെ അറിഞ്ഞ സന്യാസി ശ്രേഷ്ഠന്മാർ, അവരുടെ ദ്വേഷികളായി ജനിച്ച രാജാക്കന്മാർ, അതായത് രാജകുലങ്ങളെ നശിപ്പിക്കുന്നതിനായിട്ട് ഭൂമിയിൽ പരശുരാമനായിട്ട് പിറന്നതും ഈ രാഘവൻ തന്നെയാണ്. അങ്ങനെയുള്ള ആ രാഘവൻ, ആ ഭഗവാൻ ഇപ്പോൾ ധാത്രിയിൽ ഇപ്പോൾ ദശരഥപുത്രനായി സുതാവരനായി പിറന്നിടിനാൻ. അപ്പോൾ അങ്ങനെയുള്ള ആ രാഘവൻ ഇപ്പോൾ
രാത്രിഞ്ചരകുലമൊക്കെ നശിപ്പിച്ച് ധാത്രിഭാരം തീർത്ത് ധർമ്മത്തെ രക്ഷിപ്പാൻ ജനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഭൂപുത്രിയായ സീതയുടെ ഭർത്താവായി രാക്ഷസ വംശത്തെ നശിപ്പിച്ച് ഭൂമിയുടെ ഭാരം തീർത്ത് ധർമ്മത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ രാമനായി അവതരിച്ചിരിക്കുന്ന ഭഗവാനാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. അങ്ങനെയുള്ള ആ ഭഗവാൻ ആദ്യജൻ, പരമാത്മാ, പരാപരൻ, വേദ്യനല്ലാത വേദാന്ത വേദ്യൻ പരൻ, നാരായണൻ, പുരുഷോത്തമൻ, അവ്യയൻ, കാരണമാനുഷൻ, രാമൻ, മനോഹരൻ. അങ്ങനെയുള്ള ആദ്യനും അജനും പരമാത്മാവും മറ്റാരാലും എന്നുവെച്ചാൽ മറ്റു വിധത്തിലൊന്നും അറിയപ്പെടാൻ കഴിയാത്ത, അതായത് വേദങ്ങളാൽ വേദാന്തത്താൽ മാത്രം അറിയപ്പെടുന്നവനായ നാരായണൻ, ആ പുരുഷോത്തമൻ, ഒരു നാശവുമില്ലാത്തവനായ ആ ഭഗവാൻ, ആ കാരണപുരുഷൻ, മനോഹരൻ, ആ രാമൻ ഇവിടെ രാവണ നിഗ്രഹാർത്ഥം വിപിനത്തിനു ദേവഹിതാർത്ഥം ഗമിക്കുന്നതിനാൽ അതിന് കാരണം മന്ധരയല്ല. അപ്പോൾ അങ്ങനെയുള്ള ഭഗവാൻ രാവണ നിഗ്രഹാർത്ഥം, രാവണനെ നിഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കാട്ടിലേക്ക് പോകുകയാണ്. ദേവഹിതാർത്ഥം, ദേവന്മാരുടെ ഇച്ഛ അനുസരിച്ചുകൊണ്ടാണ് പോകുന്നത്. ഗമിക്കുന്നിതിന്നിയതിൻ. അപ്പോൾ അതിൻ്റെ കാരണമാണ് പറയുന്നത്. അതിൻ കാരണം ദേവകൾ പറഞ്ഞതുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഭഗവാൻ രാവണവധത്തിന് വേണ്ടി കാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിന് കാരണം ആരല്ല? കാരണം മന്ധരയല്ല, കൈകേയിയല്ല, ആരും ഭ്രമിക്കായിക രാജാവുമല്ലല്ലോ. അപ്പോൾ അതിന് കാരണം നിങ്ങൾ കരുതുന്നത് പോലെ, നിങ്ങൾ പഴിക്കുന്നത് പോലെ മന്ധരയോ കൈകേയിയോ ദശരഥ മഹാരാജാവോ ആരുമല്ല. നിങ്ങളതിന് യാതൊരു തരത്തിലുള്ള സങ്കടത്തിൻ്റെ ആവശ്യകതയില്ല. കാരണം ഭഗവാൻ വിഷ്ണു ഭഗവാനാണ്. വിഷ്ണു ഭഗവാൻ ജഗന്മയൻ, മാധവൻ, വിഷ്ണു മഹാമായാദേവി ജനകജ സൃഷ്ടിസ്ഥിതിലയകാരിണി തന്നോടും പുഷ്ടപ്രമോദം പുറപ്പെട്ടതിന്നിപ്പോൾ. ഇപ്പോൾ ജഗന്മയനും മാധവനുമായ മഹാവിഷ്ണു, ആ ഭഗവാൻ, സൃഷ്ടിക്കും സ്ഥിതിക്കും നാശത്തിനും കാരണക്കാരിയായ ആ ഭഗവതി ലക്ഷ്മീദേവി, വിഷ്ണുമായ സീതാദേവിയോടുകൂടി സന്തോഷത്തോടുകൂടി വനത്തിലേക്ക് പുറപ്പെടുകയാണ്. മാത്രല്ല, ഇന്നലെ നാരദൻ വന്ന് ചൊന്നാൻ അവൻ തന്നോട് രാഘവൻ താനും അരുൾ ചെയ്തു. അപ്പോൾ ഇന്നലെ നാരദ മഹർഷി വന്നിട്ടുണ്ടായിരുന്നു കൊട്ടാരത്തിൽ. അപ്പോൾ നാരദ മഹർഷിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നക്തഞ്ചരാന്വയ നിഗ്രഹത്തിനു ഞാൻ വ്യക്തം വനത്തിനു നാളെ പുറപ്പെടും എന്നതുമൂലം ഗമിക്കുന്നു രാഘവൻ ഇന്ന് വിഷാദം കളവിനെല്ലാവരും. അപ്പോൾ ഇന്നലെ നാരദ മഹർഷി കൊട്ടാരത്തിൽ വന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് കേട്ടിട്ട് ശ്രീരാമചന്ദ്രപ്രഭു പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാക്ഷസ വംശത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ തീർച്ചയായും നാളെ വനത്തിലേക്ക് പുറപ്പെടും. അതിനാൽ ആരും രാമനെ ചൊല്ലി ദുഃഖിക്കേണ്ട യാതൊരു ആവശ്യകതയുമില്ല എന്ന് ആര് പറയുന്നു? വാമദേവ മഹർഷി പറയുകയാണ്. രാമനെ ചിന്തിച്ച് ദുഃഖിയായി ആരുമേ. രാമരാമേതി ജപിപ്പിനെല്ലാവരും നിത്യവും രാമരാമേതി ജപിക്കുന്ന മർത്യന് മൃത്യു ഭയാദികളൊന്നുമേ സിദ്ധിക്കയില്ല. കൈവല്യവും വന്നു ചേരും. എന്താണ് പറയുന്നത്? ആരും രാമനെ വിചാരിച്ച് ദുഃഖിക്കരുത്. എല്ലാവരും എന്താണ് ചെയ്യേണ്ടത്? രാമ രാമ എന്ന് ജപിക്കുക. നിത്യവും രാമനാമം ജപിക്കുന്ന മനുഷ്യന് മരണം തുടങ്ങിയവയെക്കുറിച്ചുള്ള ഭയം ഉണ്ടാകില്ല. മരണം എല്ലാവർക്കും ഉണ്ടാകും, പക്ഷേ മരണഭയമാണ് ഏറ്റവും വലിയ ഭയം എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ മരണഭയം ഉണ്ടാകില്ല എന്ന് പറയണം. ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, മോക്ഷം ലഭിക്കുമെന്ന് പറയുന്നുണ്ട്, കൈവല്യം ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. തീർച്ചയാണ്, സിദ്ധിക്കും, ഏവനും അത് നിർണയം തീർച്ചയായിട്ടും ലഭിക്കും. അതുകൊണ്ട് സുഖദുഃഖാദി വികൽപ്പങ്ങളില്ലാതെ നിഷ്കളൻ, നിർഗുണൻ, ആത്മാ രഘുത്തമൻ, ന്യൂനാതിരേക വിഹീനൻ, നിരഞ്ജനൻ, ആനന്ദപൂർണൻ, അനന്തൻ, അനാകുലൻ, അങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തിൽ എങ്ങനെ ദുഃഖാദി സംഭവിച്ചിടുന്നു? നിങ്ങളിങ്ങനെ ഭഗവാൻ ദുഃഖിക്കുകയാണല്ലോ, ഭഗവാന്റെ ദുഃഖം കണ്ട് ഞങ്ങൾക്കും ദുഃഖമാണ്, ഭഗവാൻ പോകുന്നത് കൊണ്ട് ദുഃഖമാണ്, അതൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. കാരണം സുഖദുഃഖാദികൾക്ക് അതീതനാണ് ഭഗവാൻ. ഭഗവാൻ നിഷ്കളനാണ്.
നിർഗുണസ്വരൂപനാണ്. അദ്ദേഹത്തിന് കുറവോ കൂടുതലോ ഒന്നുമില്ല, ഒക്കെ തുല്യമായിട്ടുള്ളയാളാണ്. ഒന്നും കൂടുതലുമില്ല കുറവുമില്ല. അപ്പോൾ അതുപോലെ തന്നെ ആനന്ദനാണ്, സദാനന്ദനാണ് ഭഗവാൻ. അനന്തനാണ്, ദുഃഖമില്ലാത്തവനാണ്. അങ്ങനെയുള്ള ആ ഭഗവത് സ്വരൂപത്തിന് എങ്ങനെയാണ് ഈ ദുഃഖം ഉണ്ടാവുക? അദ്ദേഹത്തിന് ഒരു ദുഃഖം ഉണ്ടാവില്ല, ശ്രീരാമചന്ദ്ര പ്രഭുവിന് ഒരു ദുഃഖം ഉണ്ടാവില്ല. ഭഗവാനാണ്, ഭഗവാന് സുഖവുമില്ല ദുഃഖവുമില്ല, നന്മതിന്മകളില്ല, ഒക്കെ തികഞ്ഞ ആളാണ്. ഭജനാർത്ഥമായി വന്നു ഭക്തപ്രിയൻ പിറന്നേടി ഞാൻ ഭൂതലെ. പങ്ക്തിരഥാഭിഷ്ട സിദ്ധ്യർത്ഥമായി വന്നു പങ്ക്തികണ്ഠൻ തന്നെ കൊന്നു. ജഗത്രയം പാലിപ്പതിനായി അവതരിച്ചിടിനാൻ ബാലിശന്മാരെ മനുഷ്യനായ ഈശ്വരൻ. ഇപ്പോൾ വാമദേവ മഹർഷി പറയുകയാണ്, ഭക്തജനാനാം ഭജനാർത്ഥമായി വന്ന്, ഭക്തജനങ്ങൾ ഭജിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭക്തപ്രിയനായ ഭഗവാൻ ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ബാലിശന്മാരെ എന്ന് പറഞ്ഞിരിക്കുന്നു, അല്പബുദ്ധികളായ നിങ്ങൾ എന്താണ്, ദശരഥൻ്റെ ആഗ്രഹമനുസരിച്ച് ഇവിടെ ഭഗവാൻ വന്നു. ദശരഥൻ്റെ ആഗ്രഹം എന്തായിരുന്നു? സന്താനലാഭമാണ്. ആ ആഗ്രഹമനുസരിച്ച് ഇവിടെ വന്നു, ആ നിറവേറ്റുന്നതിന് വേണ്ടി ഇവിടെ വന്നു. പിന്നെ പങ്ക്തികണ്ഠനെ കൊല്ലാൻ വേണ്ടിയിട്ടും കൂടിയാണ് വന്നത്. രാവണനെ കൊന്ന് 3 ലോകങ്ങളും സംരക്ഷിക്കാൻ കൂടിയാണ് ഭഗവാൻ മനുഷ്യനായിട്ട് അവതരിച്ചിരിക്കുന്നത്. ദശരഥൻ്റെ പുത്രദുഃഖം തീർക്കണം, അതുപോലെ തന്നെ ഭൂമിക്ക് ഭാരമായി തീർന്ന അസുരപ്രമുഖന്മാരെയൊക്കെ വധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് രാമവിഷയം ഈവണ്ണം അരുൾ ചെയ്ത് വാമദേവൻ വിരമിച്ചോരനന്തരം പൗരജനം പരമാനന്ദമായൊരു വാരാനിധിയിൽ മുഴുകിനാനേവരും. അപ്പോൾ ശ്രീരാമനെക്കുറിച്ചുള്ള ഈ കാര്യങ്ങൾ ഇങ്ങനെ വാമദേവ മഹർഷി പറഞ്ഞു നിർത്തിയപ്പോൾ വാമദേവൻ്റെ അമൃതം കുടിക്കുന്നതിന് തുല്യമായിട്ടുള്ള വാക്കുകളാണ് കേട്ടത്. കാരണം രാമൻ ആരാണെന്നുള്ള തത്വം ജനങ്ങൾക്ക് മനസ്സിലായിരിക്കണം. അപ്പോൾ അവർ ആ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ശ്രീരാമചന്ദ്രൻ സാക്ഷാൽ മഹാവിഷ്ണുവാണെന്ന് മനസ്സിലാക്കിയ പൗരന്മാർ പരമാനന്ദ സമുദ്രത്തിൽ അങ്ങട് മുഴുകി. രാമസീതാരഹസ്യം മുഹുരീദൃശം ആമോദപൂർവകം ധ്യാനിപ്പവർക്കെല്ലാം രാമദേവങ്കൽ ഉറച്ചോരു ഭക്തിയും ആമയനാശവും സിദ്ധിക്കുമേവനും. അപ്പോൾ ശ്രീരാമൻ്റെയും സീതയുടെയും ഈ രഹസ്യം കൂടെ മുഹുരബി ഈദൃശം എന്ന് പറഞ്ഞാൽ കൂടെ കേൾക്കുന്നവർ, നിത്യവും കേൾക്കുന്നവർ, ഇടയ്ക്കിടയ്ക്കേ കേൾക്കുന്നവർ, നിത്യവും സന്തോഷത്തോടുകൂടി ധ്യാനിക്കുന്നവരും കേൾക്കുകയും അതുപോലെ തന്നെ ധ്യാനിക്കുകയും ചെയ്യുന്നവർക്ക് ശ്രീരാമദേവങ്കൽ ഉറച്ചൊരു ഭക്തിയും ആമയനാശവും സംഭവിക്കും. എന്നുവെച്ചാൽ ശ്രീരാമനിൽ അടിയുറച്ച് ഭക്തി ഉണ്ടാകുന്ന ആർക്കും തന്നെ ഒരു ദുഃഖം ഉണ്ടാവില്ല. അവരുടെ ദുഃഖങ്ങളെല്ലാം നശിപ്പിച്ച് നാശോന്മുഖമായി പോകും. ദുഃഖമുണ്ടാവില്ല എന്നാണ് പറയുന്നത്. ദുഃഖമൊക്കെ നശിച്ചു പോകും. ആമയനാശവും സിദ്ധിക്കുമേവനും, എല്ലാവർക്കും അത് അവരുടെ പാപമൊക്കെ നശിച്ച് അവർ ശുദ്ധീകരിക്കപ്പെടും എന്നാണ് പറയുന്നത്. ഗോപനീയം രഹസ്യം പരമീദൃശം പാപവിനാശനം ചൊന്നതിൻ കാരണം രാമപ്രിയന്മാർ ഭവാന്മാരെന്നോർത്തു ഞാൻ രാമതത്വം പരമോപദേശം ചെയ്ത് താപവും തീർന്നിതു പൗരജനങ്ങൾക്കും താപസശ്രേഷ്ഠനും മോതാൽ എഴുന്നള്ളി. അപ്പോൾ ഈ രാമൻ്റെ തത്വം എന്ന് പറയുന്നത് വളരെ രഹസ്യമായ കാര്യമാണ്. ഈ രഹസ്യം എല്ലാവരോടും പറഞ്ഞതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇത് എല്ലാവർക്കും ഉപദേശിച്ച് കൊടുക്കാൻ പാടില്ല. അത് ഗോപനീയമാണെന്നാണ് പറയുന്നത്. ഗോപ്യമായി പരസ്യമാക്കി പറയാൻ പാടില്ലാത്തതാണ്, രഹസ്യമാക്കി വെക്കേണ്ട കാര്യമാണ്. പാപത്തെ നശിപ്പിക്കുന്നതുമാണ് ഈ രാമൻ്റെ തത്വം. അപ്പം അത് നിങ്ങളോട് ഞാൻ പറഞ്ഞത് ശ്രീരാമനോട് നിങ്ങൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയം ഉണ്ട് എന്ന് ഉള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് ഞാൻ ഉപദേശിച്ചു തന്നത് എന്ന് വാമദേവ മഹർഷി പറയുകയാണ്. അപ്പോൾ പൗരജനങ്ങൾക്ക് എല്ലാവർക്കും അവരുടെ താപം ദുഃഖമൊക്കെ മാറി അവർ വളരെ സന്തോഷത്തോടു കൂടിയിരുന്നു. ആ സമയത്ത് മഹർഷിക്ക് വളരെയധികം സമാധാനം ഉണ്ടായി, സന്തോഷമുണ്ടായി. അങ്ങനെ താപസശ്രേഷ്ഠനായ വാമദേവൻ സന്തോഷത്തോടെ ആശ്രമത്തിലേക്ക് മടങ്ങുകയാണ്. അടുത്തത് വനയാത്രയാണ്. രാഘവൻ താതഗേഹം പ്രവേശിച്ചുടൻ
വ്യാകുലഹീനം വണങ്ങി അരുൾ ചെയ്തു, കൈകേയിയാകിയ മാതാവ് തന്നോടും ശോകം കളഞ്ഞാലും അമ്മേ മനസ്സിതേ. ഇപ്പോൾ രാമനെ നോക്കൂ, രാമൻ്റെ ആ ഒരു സ്വഭാവം എന്താണെന്ന് നാം മനസ്സിലാക്കണം. തന്നോട് അഹിതം പ്രവർത്തിച്ചവളാണ് കൈകേയി അമ്മ. പക്ഷെ അമ്മയോട് യാതൊരു അഹിതവുമില്ല. അമ്മയെ ദുഃഖിക്കണ്ട അമ്മേ എന്നാണ് പറയുന്നത്. പിതാവിൻ്റെ ഇപ്പോൾ രാഘവൻ താതഗേഹം, പിതാവിൻ്റെ കൊട്ടാരത്തിലെത്തിയ ശ്രീരാമചന്ദ്രൻ കൈകേയി മാതാവിനോട് ഇപ്രകാരം പറയുകയാണ്, അമ്മയെ ശോകം കളയുക, ദുഃഖം ഉപേക്ഷിക്കുക. സൗമിത്രിയും ജനകാത്മജയും ഞാനും സൗമുഖ്യമാർന്ന് പോവാനായിട്ട് പുറപ്പെട്ടിരിക്കുകയാണ്. ഞാനും സീതയും ലക്ഷ്മണനും ഇതാ വളരെ സന്തോഷത്തോടു കൂടി പോവുകയാണ്. ഖേദം അകലെക്കളഞ്ഞിനി ഞങ്ങളെ താതൻ ആജ്ഞാപിക്ക വേണ്ടത് വൈകാതെ. അപ്പോൾ ഇനി ഞങ്ങൾ എന്താണ്, വേഗം ആജ്ഞാപിച്ചാൽ മാത്രം മതി, ദുഃഖമില്ലാതെ അച്ഛൻ ഞങ്ങളോട് ആജ്ഞാപിച്ചാൽ മാത്രം മതി, പൊയ്ക്കൊള്ളൂ മകനെ, വനയാത്രയ്ക്ക് പൊയ്ക്കൊള്ളൂ എന്നുള്ള അച്ഛൻ്റെ അനുമതി മാത്രം മതി, ബാക്കിയെല്ലാം റെഡിയാക്കി ഞങ്ങൾ നിൽക്കുകയാണെന്ന് പറയുകയുണ്ടായി. ഇഷ്ടവാക്യം കേട്ട് കൈകേയി സാദരം പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു സസംഭ്രമം. അപ്പോൾ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇഷ്ടപ്പെട്ട ഒരു വാക്കാണ് കേട്ടിരിക്കുന്നത് അല്ലേ, ഞങ്ങൾ വനത്തിലേക്ക് പോവുകയാണ് എന്നുള്ളത്. ഞാൻ പോകുന്നില്ല എന്നല്ല പറഞ്ഞത്, ഞാൻ പോവുകയാണ്, ഞങ്ങൾ ഒരുമിച്ച് പോവുകയാണ്, ഭാര്യാസമേതനായി സോദര സമേതനായി ഞാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ കൈകേയിക്കത് വളരെയധികം ഇഷ്ടപ്രിയമായ വാക്കുകളായിരുന്നു. അത് കേട്ടിട്ട് സംഭ്രമത്തോടെ കൈകേയി എഴുന്നേറ്റിരുന്നു. തുടർന്ന് ശ്രീരാമനും മൈഥിലിക്കും അനുജനും ചീരങ്ങൾ വെവ്വേറെ നൽകിനാളമ്മയും സീതയ്ക്കും ലക്ഷ്മണനും ശ്രീരാമനും ഒക്കെ തന്നെ മരവിരി കൊടുക്കുകയുണ്ടായി. അപ്പോൾ ശ്രീരാമൻ എന്താ ചെയ്തത്? ശ്രീരാമൻ ധന്യവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു രാഘവൻ വന്യചീരങ്ങൾ പരിഗ്രഹിച്ചിടിനാൻ. ശ്രീരാമൻ ആ വിശിഷ്ടമായ തൻ്റെ പട്ടുവസ്ത്രങ്ങളൊക്കെ ഉപേക്ഷിച്ചു. സ്വർണ്ണാഭരണങ്ങൾ, മാല, കങ്കണാദികളൊക്കെ ഉണ്ട്, തോൾവള, കടകം ഒക്കെ ഉണ്ട്, എല്ലാം ഉപേക്ഷിച്ച് മരവിരി വാങ്ങി. ലക്ഷ്മണൻ എന്ത് ചെയ്യുന്നു? ലക്ഷ്മണൻ താനും പുഷ്കര ലോചനാനുജ്ഞയാ വൽക്കലം ലക്ഷ്മണൻ താനും ഉടുത്താൻ അതു നേരം. തൻ്റെ ജ്യേഷ്ഠൻ്റെ അനുവാദത്തോടുകൂടി ലക്ഷ്മണൻ മരവിരി ധരിക്കുകയുണ്ടായി. ആ സമയത്ത് ലക്ഷ്മീ ഭഗവതിയായ ജാനകി വൽക്കലം കയ്യിൽ പിടിച്ചുകൊണ്ട് ആകുലാൽ പക്ഷമെന്തുള്ളിലെന്നു അറിവാനായി തൽക്ഷണേ ലജ്ജയാ ഭർത്തൃമുഖാംബുജം ഗൂഢമായി നോക്കിനാളങ്ങനെ. എങ്ങനെ ഞാനിത് ഗാഠമായി ഉടുക്കുന്നതെന്നുള്ള ചിന്തയാൽ. അപ്പോൾ നോക്കൂ, സീതാദേവിക്ക് മരവരിയൊന്നും കണ്ടും തൊട്ടും ശീലമില്ല. സീതാദേവി ഈ മരവരി തൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ വളരെ ദുഃഖത്തോടുകൂടി മരവരി കയ്യിലേന്തിക്കൊണ്ട് ഇത് എന്താ താനെന്താ ഇത് ചെയ്യേണ്ടത് എന്ന് വിചാരിച്ചുകൊണ്ട് വളരെ ലജ്ജയോടുകൂടി ശ്രീരാമൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ ഉളി കണ്ടിട്ട് നോക്കുകയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉടുക്കേണ്ടത് എന്നുള്ള ഒരു ചിന്തയാണ് സീതയുടെ മനസ്സിലുണ്ടായത്. അപ്പോൾ മംഗലദേവതാവല്ലഭൻ രാഘവൻ ഇംഗിതജ്ഞൻ തഥാ വാങ്ങി പരുഷമാവൽക്കലം ദിവ്യാംബരോപരിവേഷ്ടിച്ചു സൽക്കാരമാനം കലർന്നു നിന്നിടിനാൻ. അപ്പോൾ സീത ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിൽ ചിന്തിച്ചതാണ്. അപ്പോൾ ലക്ഷ്മി വല്ലഭനായ ഭഗവാൻ ശ്രീരാമന് സീതയുടെ വിചാരമൊക്കെ മനസ്സിലായിരിക്കണം. അപ്പോൾ ഉടനെ തന്നെ പുഞ്ചിരിയോടുകൂടി പരിവരുത്തിയ മരവിരി തൻ്റെ കയ്യിൽ വാങ്ങിയിട്ട് സീതാദേവി ഉടുത്ത പട്ടുവസ്ത്രത്തിന് മുകളിലായിട്ട് അത് അണിയിച്ചു. അത് കണ്ടിട്ട് എന്നത് കണ്ടൊരു രാജതാരങ്ങളും അന്യരായുള്ള ജനങ്ങളുമൊക്കവേ വന്ന ദുഃഖത്താൽ കരയുന്നത് കേട്ട് നിന്നരുളിയിടും വസിഷ്ഠ മഹാമുനി കോപേനെ ഭർഷിച്ചു കൈകേയി തന്നോട്. അപ്പം ഇങ്ങനെ സീതാദേവി അറിയില്ലാതെ ഇങ്ങനെ മൽക്കലം പിടിച്ചുകൊണ്ട് നിൽക്കുന്നതും ശ്രീരാമചന്ദ്രപ്രഭു സീതയ്ക്ക് മരവരി തൻ്റെ പട്ടുവസ്ത്രത്തിൻ്റെ മുകളിൽ ഉടുപ്പിച്ചു കൊടുക്കുന്നതൊക്കെ കണ്ടപ്പോൾ അവിടെയുള്ള അന്തഃപുര സ്ത്രീകൾക്കും അതുപോലെ തന്നെ പൗരജനങ്ങൾക്കും ഒക്കെ തന്നെ വളരെയധികം ദുഃഖമുണ്ടായി. അവരൊക്കെ കരയാൻ തുടങ്ങി. അപ്പോൾ അത് കണ്ടപ്പോൾ വസിഷ്ഠ മഹാമുനിക്ക് ഗുരുവിന് വളരെയധികം കോപമുണ്ടായി, സങ്കടമുണ്ടായി. കൈകേയിയെ ഭത്സിക്കുകയാണ് ചെയ്യുന്നത്. കൈകേയി ശകാരിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് ശകാരിക്കുന്നത്? ദുഷ്ടേ നിശാചരി ദുർവൃത്തമാനസേ കഷ്ടമോർത്തോളം കഠോരശിലേ ഖലേ രാമൻ വനത്തിനു പോകണമെന്നല്ലോ താമസശീലേ വരത്തെ വരിച്ചു നീ ജാനകീദേവിക്ക് വൽക്കലം നൽകുവാൻ മാനസേ തോന്നിയതെന്തൊരു കാരണം? ചോദ്യം ന്യായമാണ്. ഗുരു ഇപ്രകാരമാണ് പറഞ്ഞത്. വസിഷ്ഠ മഹർഷി ഇങ്ങനെ പറഞ്ഞത്, ദുഷ്ടേ
രാക്ഷസി, ദുഷ്ടവിചാരമുള്ളവളെ, ക്രൂരെ, നീ എന്താണ് ഈ കാണിക്കുന്നത്? നിനക്ക് എന്താണ് ഇങ്ങനെ തോന്നാൻ കാരണം? രാമൻ വനത്തിന് പോകണമെന്ന വരവല്ലേ നീ വാങ്ങിയത്? നീ ദുസ്വഭാവിയായ നീ എന്താ ആവശ്യപ്പെട്ടത്? അതല്ലേ ആവശ്യപ്പെട്ടത്? രാമനെ വനത്തിൽ അയക്കുക, സീതാദേവിക്ക് മരബലി നൽകാനായിട്ട് നിനക്ക് എങ്ങനെയാണ് തോന്നിയത് എന്ന് ചോദിക്കുകയാണ്. രാമൻ വനത്തിന് പോകണമെന്നല്ലോ പറഞ്ഞത്. ഇപ്പം ജാനകീദേവിക്ക് വൽക്കലം നൽകുവാൻ നിനക്ക് എങ്ങനെയാണ് തോന്നിയത്? ഭക്തിയാ പതിവ്രതയാകി ജാനകി ഭർത്താവിനോടുകൂടെ പ്രയാണം ചെയ്യൽ സർവാഭരണ വിഭൂഷിത ഗാത്രിയായി ദിവ്യാംബരം കൊണ്ട് അനുഗമിച്ചിടുക. ഇപ്പോൾ പതിവ്രതയും ഭക്തയുമായ സീത ഭർത്താവിനോടൊപ്പം കാട്ടിലേക്ക് പുറപ്പെടുമ്പോൾ സർവാഭരണങ്ങളും അണിഞ്ഞ് വിശിഷ്ട വസ്ത്രങ്ങളും പട്ടുവസ്ത്രങ്ങളും ഒക്കെ ധരിച്ചുകൊണ്ട് തന്നെ പോകട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. കാനന ദുഃഖ നിവാരണാർത്ഥം പതിമാനസവും രമിപ്പിച്ച് സദാകാലം ഭർത്തൃ ശുശ്രൂഷയും ചെയ്ത് പിരിയാതെ ചിത്തശുദ്ധിയാ ചരിച്ചിടുകന്നേ വരൂ. ഗുരുപ്രകാരമാണ് പറഞ്ഞത്. സീത മരബലി എടുക്കേണ്ട യാതൊരു ആവശ്യകതയുമില്ല. സർവാഭരണ വിഭൂഷിതയായിട്ട് തന്നെ കാട്ടിലേക്ക് പോയിക്കൊള്ളട്ടെ. വനവാസകാലത്തെ ആ ഒരു ദുഃഖം, തൻ്റെ ഭർത്താവിനുള്ള ദുഃഖം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട്, ഭർത്താവിനെ ആനന്ദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിരന്തരം ഭർത്തൃപരിചരണത്തോടെ വേർപിരിയാതെ മനഃശുദ്ധിയോടെ ഇങ്ങനെ സർവാഭരണത്തോടുകൂടി പട്ടുവസ്ത്രത്തോടുകൂടി സഞ്ചരിക്കട്ടെ. ഭർത്താവിന് അത് കാണുമ്പോൾ സന്തോഷമുണ്ടാകട്ടെ എന്ന് പറയുകയുണ്ടായി. ഇത്തം വസിഷ്ഠോക്തി കേട്ട് ദശരഥൻ നത്വാ സുമന്ത്രരോടേവം അരുൾ ചെയ്തു. അപ്പോൾ വസിഷ്ഠൻ്റെ ഈ വാക്കുകൾ ഇപ്രകാരം കേട്ടപ്പോൾ ദശരഥൻ വസിഷ്ഠ മഹർഷിയെ നമസ്കരിക്കുകയാണ് ചെയ്യുന്നത്. തുടർന്ന് മന്ത്രിയായ സുമന്ത്രരോട് ഇപ്രകാരം പറയുകയാണ്. രാജയോഗ്യം രഥമാശു വരുത്തുക, രാജീവ നേത്രപ്രയാണായ സത്വരം. ഇതമുക്ത്വാ രാമവക്ത്രാംബുജം പാർത്ത് പുത്ര ഹാ രാമ സൗമിത്രേ ജനകജേ രാമ രാമ ത്രിലോകാഭിരാമാങ്ക ഹാ ഹാ മമ പ്രാണ സമാന മനോഹര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരയുകയാണ് ദശരഥൻ. ഇപ്പോൾ രാജീവനേത്രനായ താമരക്കണ്ണനായ രാമൻ്റെ യാത്രയ്ക്ക് വേണ്ടിയിട്ട് രാജകീയ രഥം ഉടനെ വരുത്തുക എന്നാണ് സുമന്ത്രനോട് ആജ്ഞാപിച്ചത്. അപ്പം അങ്ങനെ പറഞ്ഞിട്ട് രാമൻ്റെ ആ മനോഹരമായ ഒരു മുഖം നോക്കിയിട്ട് മകനെ, ആ തൻ്റെ പുത്രൻ എത്രയോ കാലം തപസ് ചെയ്ത് എത്രയോ കാലം നോമ്പ് നോറ്റിട്ടാണ് ഇങ്ങനെയൊരു സൽസന്താനം ഉണ്ടായത്. ആ സന്താനം ഇപ്പോൾ കാട്ടിലേക്ക് പോവുകയാണ്. അവനെ പിരിഞ്ഞിട്ട് എങ്ങനെയാണ് ഞാൻ ജീവിക്കുക? അതാണ് പറയുന്നത്. മകനെ, രാമ, ലക്ഷ്മണ, സീതേ, എൻ്റെ പ്രാണസമാനനായിട്ടുള്ളവനെ, മനോഹര എന്ന് ദുഃഖത്തോടെ വിളിച്ച് കരഞ്ഞ് ഭൂമിയിൽ വീണ് കിടക്കുകയാണ്. ആ സമയത്താണ് സുമന്ത്രര തേരുമായിട്ട് അവിടെ എത്തിച്ചേർന്നത്. ശ്രീരാമദേവനും അപ്പോൾ അരുൾ ചെയ്തു, തേരിൽ കരേറുക സീതേ, വിരവിൽ നീ നേരം ഇനി കളഞ്ഞിടരുതേതുമേ. സുന്ദരി വന്ദിച്ചു തേരിൽ കരേറിനാൻ, സുന്ദരി വന്ദിച്ചു തേരിൽ കരേറിനാൻ. ഇന്ദിരാവല്ലഭനാകിയ രാമനും മനസ്സെ ഖേദം കളഞ്ഞു ജനകനെ വീണു വണങ്ങി പ്രദക്ഷിണവും ചെയ്ത് താണു തൊഴുതുടൻ തേരിൽ കരേറിനാൻ. ബാണ ചാപാസി തൂണീരാദികളെല്ലാം കൈകൊണ്ട് വന്ദിച്ചു താനും കരേറിനാൻ ലക്ഷ്മണനപ്പോൾ. ഇപ്പോൾ നോക്കൂ, ഇവിടെ വളരെ ദുഃഖത്തോടുകൂടി ദശരഥ മഹാരാജാവ് ഭൂമിയിൽ വീണ് കരയുകയാണ് ചെയ്യുന്നത്. ആ സമയത്താണ് സുമന്ത്രർ തേരും കൊണ്ടുവന്നു. ശ്രീരാമചന്ദ്രൻ സീതയോട് പറഞ്ഞു, സീതയെ വേഗം തേരിൽ കയറിക്കോളൂ, ഇനി സമയം ഒട്ടും കളയരുത്. അപ്പോൾ സീത തേരിൽ കയറി തൻ്റെ പിതാവിനെ പ്രദക്ഷിണം ചെയ്ത് വന്ദിച്ച് ലക്ഷ്മീകാന്തനായ രാമൻ തൻ്റെ ആയുധങ്ങൾ എടുത്തു. അമ്പ്, വില്ല്, വാള്, അവനാഴി മുതലായതൊക്കെ ധരിച്ചുകൊണ്ട് ലക്ഷ്മണനും ഒപ്പം തന്നെ രഥത്തിൽ കയറുകയുണ്ടായി. ദുഃഖേന തേർ നടത്തിയിടി ഞാൻ സുമന്ത്രൻ വളരെ ദുഃഖത്തോടുകൂടിയാണ് തേരോടിക്കുന്നത്. അപ്പോൾ ഭൂപൻ ദശരഥ മഹാരാജാവ് നിൽക്കെന്ന് ചെന്നാൻ. നിൽക്കൂ മകനെ, പോകരുതേ എന്ന് പറഞ്ഞുകൊണ്ട് ദശരഥ മഹാരാജാവ് വിളിച്ചു പറയുകയാണ്. ആ സമയത്ത് ഗച്ഛേതി വേഗാൽ അരുൾ ചെയ്തു. അപ്പോൾ രാമൻ എന്ത് പറഞ്ഞു? വേഗം പോകൂ, ഇനി ഇവിടെ നിന്നാൽ ശരിയാകില്ല, ഇങ്ങനെ കരച്ചിലും പിഴിച്ചിലും ഒക്കെ ആയിരിക്കും, അതുകൊണ്ട് വേഗം തന്നെ നമുക്ക് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പോകുന്ന സമയത്ത് നിശ്ചലമായത് ലോകവും അന്നേരം. ശ്രീരാമചന്ദ്രപ്രഭു വനത്തിലേക്ക് പോകുന്ന ആ സമയത്ത് ലോകം മൊത്തം നിശ്ചലമായി പോയി. ലോകം നിശ്ചലമായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ജനങ്ങൾ മൊത്തം പൗരവാസികളൊക്കെ തന്നെ നിർനിമേഷരായി അങ്ങനെ സ്തംഭിച്ച് നിന്നുപോയി. രാജീവലോചനം ദൂരെ മറഞ്ഞപ്പോൾ രാജാവ് മോഹിച്ചു വീണിതു ഭൂതലേ. രാജീവലോചനനായ രാമൻ ദൂരെ മറഞ്ഞപ്പോൾ ദശരഥൻ എന്ത് ചെയ്തു? ദശരഥന് ബോധം കിട്ടുപോയി. ആ സമയത്ത് ശ്രീ ബാലവൃദ്ധാവധി പുരവാസികൾ താപം മുഴുത്തു വിലപിച്ചു. പിന്നാലെ തിഷ്ട തിഷ്ട പ്രഭു രാമ ദയാനിധേ, ദൃഷ്ടിക്കമൃതമായൊരു തിരുമേനി കാണായികിൽ എങ്ങനെ ഞങ്ങൾ പൊറുക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുറകെ ഓടുകയാണ്. സ്ത്രീകളും കുട്ടികളും വൃദ്ധന്മാരും ഉൾപ്പെടെയുള്ള ആ പൗരജനങ്ങളെല്ലാം തന്നെ വർദ്ധിച്ച ദുഃഖത്തോടുകൂടി പ്രഭോ രാമചന്ദ്ര ദയാനിധേ, ഞങ്ങളുടെ കണ്ണുകൾക്ക് അമൃതമായി ഭവിക്കുന്നവനെ നിൽക്കൂ, അങ്ങയെ കാണാതെ ഞങ്ങൾ എങ്ങനെയാണ് ജീവിക്കുക? അങ്ങ് ഞങ്ങളുടെ ദൈവമല്ലേ, ഈശ്വരനല്ലേ, ഞങ്ങളുടെ ജീവനല്ലേ പോകുന്നത്, നിൽക്കൂ നിൽക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഓടുകയാണ്. പ്രാണനോ പോയതല്ലോ വിധി ദൈവമേ, ഇത്തരം ചൊല്ലി പ്രലപിച്ച് സർവരും സത്വരം തേരിൻ പിറകെ നടകൊണ്ടാർ. തേരിൻ്റെ പിറകെ ഇവർ ഓടുകയാണ്. മന്നവൻ ദാനം ചിരം പ്രലപിച്ചത ചെന്നാൻ പരിചാരകന്മാരോടാകുലാൽ എന്നെ എടുത്തിനി കൊണ്ടുപോയി ശ്രീരാമൻ തന്നെ മാതൃഗേഹത്തിങ്കലാക്കുവിൻ. അപ്പോൾ രാമനെ പിരിഞ്ഞതിൻ്റെ ദുഃഖം സഹിക്കവയ്യാതെ രാജാവ് ബോധം കെട്ട് വീണമെന്ന് പറഞ്ഞല്ലോ. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ബോധം തെളിഞ്ഞു. അപ്പോൾ പരിചാരകന്മാരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ എടുത്ത് ശ്രീരാമൻ്റെ അമ്മയായ കൗസല്യാദേവിയുടെ ഗൃഹത്തിലാക്കുക എന്ന് പറഞ്ഞു. രാമനെ പിരിഞ്ഞിട്ട് എനിക്കിനി ജീവിച്ചിരിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം കൂടെ പറയുന്നുണ്ട്. രാമനെ വേറിട്ട് ജീവിച്ചു ഞാനിനി ഭൂമിയിൽ വാഴുകെന്നതില്ലെന്ന് നിർണയം എന്നത് കേട്ടൊരു ഭൃത്യജനങ്ങളും മന്നവൻ തന്നെ എടുത്ത് കൗസല്യതൻ മന്ദിരത്തിങ്കലാക്കിനാൻ അന്നേരം വന്നൊരു ദുഃഖേന മോഹിച്ചു വീണിതു. അപ്പോൾ ഉടനെ തന്നെ ദാസന്മാർ പരിചാരകന്മാർ ഉടനെ തന്നെ രാജാവിനെ എടുത്ത് കൗസല്യാദേവിയുടെ മന്ദിരത്തിലേക്ക് കൊണ്ടയാക്കുകയാണ്. അപ്പോൾ രാമനെ പിരിഞ്ഞ് ഞാൻ എങ്ങനെയാണ് ജീവിച്ചിരിക്കുക എന്നുള്ള പ്രലാപനത്തോടെയാണ്, ദുഃഖത്തോടുകൂടി നിലവിളിച്ചുകൊണ്ട് ആണ് ദശരഥൻ കൗസല്യയുടെ കൊട്ടാരത്തിലേക്ക് പോകുന്നത്. പിന്നെ ഉണർന്നു കരഞ്ഞു തുടങ്ങിനാൻ ഖിന്നയായി മേവുന്ന കൗസല്യ തന്നോടും. അപ്പോൾ അങ്ങനെ കൗസല്യയുടെ കൊട്ടാരത്തിലേക്ക് എത്തി കൗസല്യയോടൊപ്പം വീണ്ടും കരഞ്ഞു തുടങ്ങി. ഇപ്പോൾ ഭർത്താവും ഭാര്യയും കൂടി ഒരുമിച്ച് കരയാൻ തുടങ്ങി, മകൻ്റെ വേർപാട് സഹിക്കുക വയ്യാതെ. ഇനി ശ്രീരാമനിലേക്ക് പോകാം. ശ്രീരാമനും തമസാനദി തന്നെ തീരം ഗമിച്ചു വസിച്ചു നിശാമുഖി. പാനീയ പാത്രം ഉപജീവനം ചെയ്ത് ജാനകിയോടും നിരാഹാരനായൊരു വൃക്ഷമൂലയെ ശയനം ചെയ്തുറങ്ങിയിടിനാൻ. അപ്പോൾ സന്ധ്യയായി. സന്ധ്യയോടുകൂടി തമസാനദി തീരത്ത് ശ്രീരാമചന്ദ്രൻ എത്തിച്ചേർന്നു. അന്ന് അവിടെയാണ് താമസിച്ചത്. പാനീയം മാത്രമാണ്, അന്ന് വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് നിരാഹാരനായിട്ട് സീതയോടൊപ്പം ഒരു മരച്ചുവട്ടിലാണ് കിടന്നുറങ്ങിയത്. അപ്പോൾ അങ്ങനെ വൃക്ഷമൂലെ ശയനം ചെയ്തുറങ്ങിയിടിനാൻ. ലക്ഷ്മണൻ വില്ലുമമ്പും ധരിച്ചന്തികയെ രക്ഷിച്ചു നിന്നു. സുമന്ത്രരുമായ ഓരോ ദുഃഖവൃത്താന്തങ്ങളും പറഞ്ഞാകുലാൽ പൗരജനങ്ങളും ചെന്നരികെ പൊക്കു. രാമനോടൊപ്പം തന്നെ പൗരജനങ്ങളും പോയിട്ടുണ്ട്. അപ്പോൾ ശ്രീരാമൻ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ അങ്ങനെ കിടക്കുകയാണ്. പിന്നെ വില്ലും അമ്പൊക്കെ ധരിച്ച് സന്ധ്യയായി തുടങ്ങി, രാത്രിയായി തുടങ്ങി. അപ്പോൾ ലക്ഷ്മണൻ വില്ലും അമ്പൊക്കെ ധരിച്ചുകൊണ്ട് ഭഗവാന് കാവലായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് സുമന്ത്രരുമായിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ശ്രീരാമനെ അങ്ങ് കൊണ്ടുപോയി പൗരജനങ്ങളും ചെന്നരികെ പൊക്ക്. ശ്രീരാമനെ അങ്ങ് കൊണ്ടുപോയി കൂടായെങ്കിൽ കാനനവാസം നമുക്കും എന്നേ വരൂ. മാനസത്തിങ്കൽ ഉറച്ചു മരുവിനാർ. പൗരജനത്തിൻ പരിദേവനം കണ്ട് ശ്രീരാമദേവനും ഉള്ളിൽ നിരൂപിച്ചു. അപ്പോൾ പൗരജനങ്ങൾ കൂടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പൗരജനങ്ങൾ എന്താണ് പറയുന്നത്? ശ്രീരാമനെ അയോധ്യയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ നമുക്കും രാമനോടൊപ്പം ഈ കാട്ടിൽ തന്നെ കഴിയാം എന്നുള്ള തീരുമാനത്തിലാണ് ആരുള്ളത്? പൗരജനങ്ങളുള്ളത്. അത് അങ്ങനെയാണ് അവർ ശ്രീരാമൻ്റെ സന്നിധിയിൽ കഴിച്ചു വിട്ടാണ്. ഈ ഒരു രാത്രി കൊണ്ട് ശ്രീരാമനെയും കൂട്ടിക്കൊണ്ട് അയോധ്യയിലേക്ക് പോകാം എന്നുള്ളതാണ് പാപം ജനങ്ങൾ ധരിച്ചു വച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പൗരജനത്തിൻ്റെ ഈ കരച്ചിലും പറച്ചിലും ഒക്കെ കേട്ട് ശ്രീരാമചന്ദ്രൻ ഇപ്രകാരം ചിന്തിക്കുകയാണ്. ശ്രീരാമദേവൻ ഇങ്ങനെ ചിന്തിച്ചു. സൂര്യൻ ഉദിച്ചാൽ അയക്കിയുമില്ലവർ, കാര്യത്തിനും വരും വിഘ്നമെന്നാലിവർ. ഖേദം തളർന്നുറങ്ങുന്നത് ബോധമില്ലിപ്പോൾ. ഉണരും മുമ്പേ പോകനാം ഇപ്പോഴേ കൂടുക തേരെന്ന് രാഘവൻ വാക്കുകൾ കേട്ടു സുമന്ത്രരും വേഗേന തേരും ഒരുമിച്ച് തന്നേരം. രാഘവന്മാരും
ജനകതനൂജയം തേരിലേറിയിടിനാർ ഏതും അറിഞ്ഞില്ല. അപ്പോൾ ഇവിടെ സൂര്യൻ ഉദിച്ചാൽ ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ഈ ആളുകൾ എന്നെ വിട്ടയക്കുകയില്ല. അത് അദ്ദേഹത്തിന് നന്നായിട്ടറിയാം. അപ്പോൾ കാര്യങ്ങൾക്കൊക്കെ തടസ്സം ഉണ്ടാകും. കാട്ടിലേക്ക് പോക്ക് നടക്കില്ല. ഇവർ കൂടെ തന്നെ പോകുമല്ലോ. ഇവരെ പറഞ്ഞു വിടാനും പറ്റില്ല. കാരണം അത്രമാത്രം സ്നേഹമാണ് ശ്രീരാമചന്ദ്രനോട്. അപ്പോൾ സ്നേഹിക്കുന്നവരെ ദുഃഖിപ്പിക്കാനും ശ്രീരാമന് വയ്യ. അപ്പോൾ ശ്രീരാമൻ പറയുകയാണ്, ദുഃഖിതരായിട്ട് ഇവരിവിടെ തളർന്ന് ഉറങ്ങുകയാണ്. ഇവർ ഉണരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇവിടെ നിന്ന് വിട്ടു പോകണം. അതുകൊണ്ട് ഇവർ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ വിടില്ല. അതുകൊണ്ട് വേഗം തന്നെ തിരിച്ചു പോകണം. ഇപ്പോൾ ഞങ്ങൾ വനയാത്ര ചെയ്യണം. അതുകൊണ്ട് വേഗം തേര് തയ്യാറാക്കാനായിട്ട് പറഞ്ഞതനുസരിച്ചു സുമന്ത്രർ തേര് തയ്യാറാക്കുകയാണ്. അങ്ങനെ പൗരജനങ്ങൾ അന്നേരം സുമന്ത്രരും അയോധ്യാഭിമുഖം ഗമിച്ചതാ തെറ്റെന്ന് തെക്കോട്ട് തന്നെ നടകൊണ്ടു. അപ്പോൾ വേഗം തേര് തയ്യാറാക്കി. ഇപ്പോൾ രാമലക്ഷ്മണന്മാരും സീതയും ഒക്കെ തേരിൽ കയറി. ഇതൊന്നും പൗരന്മാരറിഞ്ഞില്ല. അവർ യാത്രാക്ഷീണം കൊണ്ടും ദുഃഖം കൊണ്ടും ഉറങ്ങുകയാണ്. അവർ എഴുന്നേൽക്കുന്നതിന് മുൻപ് ഇവർക്ക് പോകണം. അവർ അല്പനേരം അയോധ്യയ്ക്ക് നേരെ തേരോടിച്ചു. കാരണം തേരിൻ്റെ രഥചക്രം നോക്കിയിട്ടാണ് ഇവർ പോവുക. അപ്പോൾ നേരെ നോക്കുമ്പോൾ രഥചക്രം എങ്ങോട്ടാണുള്ളത്? അയോധ്യയുടെ നേർക്കാണ് രഥചക്രം പോയിരിക്കുന്ന പാട് കാണുന്നുണ്ട്, ചക്രത്തിൻ്റെ പാട് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോയിക്കോളും. ജനങ്ങൾ രാമൻ കൊട്ടാരത്തിലേക്ക് പോയിട്ടുണ്ടാകും എന്നുള്ള ധാരണയിൽ പോകുമായിരിക്കും എന്നുള്ള ധാരണയിലാണ് അങ്ങനെ ചെയ്തത്. അതിനുശേഷം വീണ്ടും തെക്കേ ദിക്കിലേക്ക് തന്നെ രഥം തിരിച്ചു വിടുകയാണ് ചെയ്യുന്നത്. ചുറ്റും കിടന്ന പുരവാസികളെല്ലാം പിറ്റേന്നാൾ തങ്ങൾ ഉണർന്നു നോക്കുന്നേരം കണ്ടിയില രാമനെ എന്നു കരഞ്ഞതികുണ്ഠിതന്മാരായി പുരി പുക്കുമേവിനാർ. പിറ്റേന്ന് രാമൻ്റെ ചുറ്റുമൊക്കെ കിടന്നുറങ്ങിക്കിടന്ന പൗരജനങ്ങൾ പിറ്റേ ദിവസം ഉണർന്നു നോക്കുമ്പോൾ രാമനെ കാണുന്നില്ല. നിലവിളിച്ചുകൊണ്ട് അവർ ഇച്ഛാഭംഗത്തോടുകൂടി അവർ അയോധ്യയിലേക്ക് മടങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. സീതാസമേതനാം രാമനെ സന്തതം ചേതസി ചിന്തിച്ചനുദിനം പുത്രമിത്രാദികളോടും ഇടചേർന്ന് ചിത്തശുദ്ധ്യ വസിച്ചിടിനാനേവരും. അപ്പോൾ സീതയെയും രാമനെയും ലക്ഷ്മണനെയും ഒക്കെ ചിന്തിച്ചുകൊണ്ട്, അവരെ മാത്രം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ദിവസവും ചിന്തിക്കുകയാണ്. രാമനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് പുത്രമിത്രാദികളോടുകൂടി മനഃശുദ്ധിയോടുകൂടി അവരങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. ശ്രീരാമചന്ദ്രൻ വേഗം തന്നെ തിരിച്ച് മടങ്ങി വരും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ അവരങ്ങനെ കഴിഞ്ഞു. മംഗലദേവതാവല്ലഭൻ രാഘവൻ ഗംഗാതടംബുക്കു ജാനകി തന്നോടും മംഗലസ്നാനവും ചെയ്തു സഹാനുജം ശൃംഗിവേരാവിദൂരേ മരുവേടിനാൻ. അപ്പോൾ ലക്ഷ്മി വല്ലഭനായ ആ ഭഗവാൻ ശ്രീരാമൻ സീതയോടും ലക്ഷ്മണനോടും കൂടി ഗംഗാതീരത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. ആ പുണ്യനദിയായ ഗംഗയിൽ അവരെന്ത് ചെയ്തു? സ്നാനം ചെയ്തു. എന്നിട്ട് ശൃംഗിവേരാ വിദൂരേ മരുവീടിനാർ സഹാനുജം, അനുജനോടുകൂടി സ്നാനമൊക്കെ ചെയ്യുന്ന ശൃംഗിവേരപുരത്തിനടുത്ത് അവരെത്തിച്ചേർന്നിരിക്കുകയാണ്. അങ്ങനെ അവിടെ ആ അനുജനോടും തൻ്റെ വാമഭാഗമായ സീതാദേവിയോടും കൂടി ശിംശാപമൂലേ സുഖേന വാണിയിടിനാൻ. ദാശരഥിയും വിദേഹതനുജയും ശിംശാപമൂലേ സുഖേന വാണിയിടിനാർ. അനന്തരം ആ ഒരു ശിംശാപ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ അവരങ്ങനെ കഴിയുകയാണ്. ശിംശാപ മരം എന്ന് പറഞ്ഞാൽ പിന്നെ അശോകമരമാണ്. ഇരുൾപ്പൂമരം എന്നൊക്കെ അതിന് പേരുണ്ട്. അപ്പോൾ ആ മരത്തിൻ്റെ ചുവട്ടിൽ ശോകമില്ലാത്ത മരം എന്നാണ് എൻ്റെ അർത്ഥം. ആ മരത്തിൻ്റെ ചുവട്ടിൽ ഒരു വളരെ സുഖത്തോടു കൂടി അങ്ങനെ വസിക്കുകയാണ്. ഇനി അടുത്ത ഭാഗം നമ്മൾ ഗുഹസംഗമമാണ്. അതിനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഇന്നത്തെ ക്ലാസ് ഇവിടെ പര്യവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.